ഇനി മറ്റൊരു വാർത്തയിലേക്ക്. കോഴിക്കോട് ഈങ്ങാപ്പുഴയിലെ ഷിബില കൊലക്കേസിലെ പ്രതി യാസിറിന്റെ സുഹൃത്ത് കഞ്ചാവുമായി പിടിയിൽ. ഈങ്ങാപ്പുഴ കക്കാട് സ്വദേശി ഷാജഹാനാണ് പിടിയിലായത്. ഷിബിലയുടെ ഭർത്താവ് യാസിറിന് ലഹരി എത്തിച്ചു നൽകിയത് ഷാജഹാൻ എന്ന് എക്സൈസ് കണ്ടെത്തി. അഭിജിത്ത് മുഴക്കുന്നുണ്ട് വിശദാംശങ്ങളുമായി. അഭിജിത്ത്, ഇയാളെ ഇപ്പോൾ എവിടെ നിന്നാണ് പിടികൂടിയത്? അപ്പം യാസിറുമായുള്ള ബന്ധം എങ്ങനെയാണ്? കീർത്തന, ജില്ലയിൽ ലഹരിയുടെ ഹോട്ട്സ്പോട്ടുകളായ മേഖലകളിൽ പോലീസും എക്സൈസും രാവിലെ മുതൽ തന്നെ വലിയ പരിശോധന നടത്തുന്നുണ്ട്. ഒപ്പം തന്നെ മുൻപ് ലഹരി കേസുകളിൽ പ്രതിയായവരുടെ വീടുകളിലും ഈ പരിശോധനയുണ്ട്. അങ്ങനെയാണ് എക്സൈസ് ഈ ഷാജഹാന്റെ വീട്ടിലെത്തുന്നത്. അവിടെ നടത്തിയ പരിശോധനയിൽ 50 ഗ്രാം കഞ്ചാവ് എക്സൈസ് കണ്ടെത്തുകയായിരുന്നു. അങ്ങനെ ഷാജഹാനെ പിടികൂടുകയും ചെയ്തു. ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമുക്കറിയാവുന്നതുപോലെ ഈ ഭാര്യയെ കുത്തിക്കൊലപ്പെടുത്തിയ സംഭവം അത് ഈ കോഴിക്കോട് ഈങ്ങാപ്പുഴ കക്കാടുണ്ടായതാണ്. ലഹരിക്കടിമയായ ഭർത്താവ് യാസിറാണ് ഭാര്യ ഷിബിലയെ കഴുത്തിന് കുത്തുകയും തുടർന്ന് ഷിബില മരണത്തിന് കീഴടങ്ങുകയും ചെയ്യുന്ന ദാരുണമായ സംഭവം ഉണ്ടായത്. അതിൽ ഈ യാസിറിൻ്റെ സുഹൃത്താണ് ഈ പിടിയിലായ ഷാജഹാൻ എന്ന വിവരം പോലീസ് നൽകുന്നുണ്ട്. യാസിറിന് ലഹരി എത്തിച്ചു നൽകിയത് ഈ ഷാജഹാനായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് മറ്റ് അന്വേഷണങ്ങളിലേക്ക് നേരത്തെ തന്നെ പോലീസ് കടന്നതാണ്. എങ്ങനെയാണ് യാസിറിൻ്റെ കൈവശം കഞ്ചാവ് ഉൾപ്പെടെയുള്ള MDMA ഉൾപ്പെടെയുള്ള മയക്കുമരുന്നുകൾ എത്തിയത് എന്നതിലേക്കൊരു പരിശോധന, എന്നതിലേക്കൊരു അന്വേഷണമൊക്കെ പോലീസ് നടത്തിയതാണ്. ഏതായാലും ഈ കണ്ണികളൊക്കെ പോലീസിൻ്റെ വലയിലാകുന്നുണ്ട്. ഈ ലഹരി ഇടപാടുമായി ബന്ധപ്പെട്ട കണ്ണികൾ, അതിനെയൊക്കെ പോലീസ് ഏതായാലും പിടികൂടിക്കൊണ്ടിരിക്കുകയാണ്. ഈ പരിശോധനയും പോലീസ് ഊർജിതമായി, എക്സൈസ് ഊർജിതമായി തുടരുന്നുണ്ട്. കീർത്തനം. അഭിജിത്ത് മുഴക്കുന്ന